പെർമിഷൻ ഇല്ലാണ്ടാണ് അകത്തോട്ട് കയറണത് കേട്ടാ. 5 ദിവസമായിട്ടാ ഞാൻ ഫുഡ് പോയ്സണും പനിയും വന്നിട്ട് കിടക്കണു. 5 ദിവസം ഈ ഗസ്റ്റ് ഹൗസ് കിട്ടിയില്ലെങ്കിൽ ഈ 5 ദിവസം കൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ട അവസ്ഥ വന്നേനാടാ. ഈ റൂമിൽ തന്നെ കേട്ടാ. ഇത് 4ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ വഡോദര അല്ലെങ്കിൽ ബറോഡ എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് നിന്ന് പോകാൻ കേട്ടാ. കേരള ടു കാശ്മീർ യാത്ര വീണ്ടും ആരംഭിക്കുകയാണ്. 3 ദിവസത്തെ പനിയും നീരുവീഴ്ചയും ലൂസ് മോഷനും വയറിൻ്റെ പ്രശ്നങ്ങളും എല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ്ലി മാറിയിട്ടില്ല. 5 ദിവസത്തെ ആൻറ്റിബയോട്ടിക്സാണ് തന്നിരിക്കുന്നത്. എന്നാലും ഇവിടുന്ന് നീണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിട്ടാ. സോ let's go guys. കൃത്യം പറയുകയാണെങ്കിൽ 5 ദിവസമായിട്ടാണ് ഞാൻ ഫുഡ് പോയ്സണും പനിയും വന്നിട്ട് കിടക്കണു. 5 ദിവസം ഈ ഗസ്റ്റ് ഹൗസ് കിട്ടിയില്ലെങ്കിൽ ഈ 5 ദിവസം കൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ട അവസ്ഥ വന്നേനാടാ. എന്തോ ആരൊക്കെയോ ഇവിടെ നിന്നൊക്കെയോ ഉള്ളൊരു സഹായം എത്തുന്നത് കൊണ്ട് നമ്മൾ ഈ ട്രിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ ഈ 5 ദിവസം ഞാനൊരു ഹോട്ടൽ റൂമിലാണ് കിടക്കുന്നതെങ്കിൽ ട്രിപ്പ് അവസാനിപ്പിച്ച് ഞാൻ വീട്ടിൽ പോയാനാട്ടോ. കൺഫേമാണ്. എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ബാക്കി ചില കാര്യങ്ങൾ അതിന് സമ്മതിക്കില്ല. അപ്പോൾ അത് ഭയങ്കര ഒരു ഭാഗ്യമായി. ഞാൻ റൂം ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്തു. വേറെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇനി ഇവിടെ നിന്ന് നീങ്ങാട്ടോ. ഒന്നുമില്ലയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 5 ദിവസം കിടന്ന റൂം. ഇവിടെ മണിപ്പൂരിൽ നിന്നുള്ള കുറേ സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, എഡ്യൂക്കേഷണൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇല്ലേ, മണിപ്പൂർ വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ മണിപ്പൂരിൽ നിന്നുള്ള സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ മിനിസ്റ്ററിനെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ. അതാണിപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മിനിസ്റ്ററിൻ്റെ അടുത്ത് പോയാലൊന്നും ഉണ്ട്, പക്ഷേ എന്ത് പറഞ്ഞിട്ട് ഞാൻ പോവും. മണിപ്പൂർ എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ. സോ ആളെയും കണ്ട് യാത്ര പറഞ്ഞ് നമ്മളിവിടെ നിന്ന് തിരിക്കാട്ടാ. വേറെ ഒന്നും എടുക്കാനില്ല എന്ന് വിചാരിക്കുന്നു. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് കേട്ടോ. ദ മഹാരാജ ഷാഹി റാവു യൂണിവേഴ്സിറ്റി ഓഫ് ബറോഡ യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസ് സെലിബ്രേറ്റിംഗ് 150th ബർത്ത് ആനിവേഴ്സറി ഓഫ് മഹാരാജ. സോ 5 ദിവസം ഞാൻ എവിടെയായിരുന്നു കേട്ടോ. നമ്മളെ കേരളവും കർണാടകയും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു റോഡ് പോയി. നമ്മൾ നോക്കിയേ, സൈഡിൽ കൂടെ 2 ആർച്ചായിട്ട് എനിക്ക് കാണത് ചെറിയ വാക്ക് വേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. പക്ഷെ അങ്ങനെ പോണത് കാണുമ്പോൾ നല്ല രസമില്ലേ, നല്ല ഭംഗിയില്ലേ. ഇതുപോലത്തെ കുറേ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ വേറെ ഭംഗി, വേറെ രീതി, ഇവിടെ വേറെ രീതി കേട്ടോ. ഈ സൈഡിലുണ്ട്, ആ സൈഡിലുണ്ട് വാക്ക് വേ. മേലോട്ട് അങ്ങോട്ട് കയറി പോകാനുള്ള ഇതാട്ടോ. രസമായിട്ടില്ലേ. അതിൻ്റെ ഇടയിൽ നല്ല സൈക്കിൾസ് മറ്റേ ഇത് ഫുള്ള് കൊടുത്തിട്ട് നല്ല രസമുണ്ട്. ആരും വഴി തെറ്റിയെന്ന് പറയണ്ട കേട്ടോ. നിങ്ങൾക്ക് മുംബൈയിലേക്ക് പോകണമെങ്കിൽ അങ്ങോട്ട് തിരിയണം കേട്ടോ. മുംബൈയിലേക്ക് അങ്ങോട്ടാണ്. സൈക്കിളിസ്റ്റുകളെ കയറ്റില്ല അല്ലേ. ഇവിടെ ആ ബോർഡുണ്ട് കേട്ടോ. സൈക്കിള്, കാൽനട, ബൈക്ക്, ഓട്ടോറിക്ഷ ഒന്നും കയറ്റില്ല കേട്ടോ ഈ വഴി. അപ്പോൾ അത് വീണ്ടും എക്സ്പ്രസ് ഹൈവേ ആണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ എക്സ്പ്രസ് ഹൈവേ തന്നെയാണ്. അവിടെ ആ ടോൾ ബൂത്ത് ഉണ്ട്. എൻ്റെ മോനെ ടോൾ ബൂത്ത് ഉണ്ട് കേട്ടോ. ഒന്ന് കയറി കാണണമെന്നുണ്ടായിരുന്നു. അഹമ്മദാബാദ് 95 കിലോമീറ്റർ. മാഹി MAHI മാഹി റിവർ ബ്രിഡ്ജ് കേട്ടോ. ആ ബ്രിഡ്ജിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് സെയിം ഇതിൽ ഒരു ഇതുകൂടിയും കാണാം കേട്ടോ, റെയിൽവേ പാളം കൂടിയും കാണാം. ആ ബ്രിഡ്ജിൽ കൂടെ പോണത്. അവിടെ കുറേ ഇതുകൾക്ക് തീറ്റ കൊടുക്കുന്നുണ്ട്. നോക്കിയേ, കൊള്ളാല. ആള് മീനുകൾക്ക് തീറ്റ കൊടുക്കണേന്ന് തോന്നുന്നു. എൻ്റെ പൊന്നെ, പാവോ ഇട്ട് കൊടുക്കണേ, പാവൊക്കെ ഇട്ട് കൊടുക്കണ്ടല്ലോ ആള്. ഈ ഇതിന് പാവ് ഇട്ട് കൊടുക്കുക കേട്ടോ. നോക്കിയാൽ താഴെ നിറച്ച് സാധനങ്ങളുണ്ട് കൊത്തി തിന്നാൻ വേണ്ടിയിട്ടേ. ആളവിടെ നിന്ന്
ആള് സാധനം പാവിട്ട് കൊടുക്കുന്നു. അവിടെ ഉണ്ട് കേട്ടോ അതുപോലെ ഫീഡ് ചെയ്യിക്കണുണ്ട് നിറച്ച്. മറ്റേ ഇതാ കടൽ എന്തിനാ പറയുന്നതിനെ, വെള്ള സാധനത്തിന്. എന്താ ഈ സാധനത്തിന് കേട്ടാ, പ്രാവുന്നാണോ, കൊത്തി തിന്നല്ല കേട്ടോ മക്കളെ, ആ കൂട്ടിലുള്ളത് ക്യാമറയാ. അതിനെ ഫീഡ് ചെയ്യിക്കുന്നുണ്ട് കുറേ ഈ വഴി. എൻ്റെ പൊന്നെ പറക്കുമ്പോൾ നല്ല സൈസ് ഉണ്ട് കേട്ടോ അത്. പേടിച്ചില്ല ഗൈസ്. ഗുജറാത്ത് RTO എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ചെറിയൊരു ടോൾ പ്ലാസയാണ്, ചെറുതല്ല വലിയൊരു ടോൾ പ്ലാസ കേട്ടോ. വെൽക്കം ടു വസാദ് VASAD. ആ ടോൾ പ്ലാസ വസാദ്. ആ ടോൾ പ്ലാസ കഴിഞ്ഞ് നേരെ കയറി പോകണം തോന്നുന്നു കേട്ടോ. എലിവേഷൻ ഇല്ലാത്ത കാരണം യാത്ര ഭയങ്കര സുഖകരമാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാല് ജസ്റ്റ് ഒന്ന് അനക്കിയാൽ മതി, അങ്ങനെ വലിയ എഫേർട്ട് എടുത്ത് ചവിട്ടണ്ട കേട്ടോ. നമുക്ക് കുറച്ചൊന്ന് ഫാസ്റ്റ് ആക്കാം കേട്ടോ. ഹൈവേ ആണ്, സോ കുറച്ചൊന്ന് വേഗം പോകാൻ കഴിച്ചു. രണ്ട് മിനിറ്റ് ഒന്ന് ഇരുന്നിട്ട് പോവാം കേട്ടോ. 2 മിനിറ്റ് ഇവിടെ ഒന്ന് ഇരിക്കാം, എന്നിട്ട് പോവാം. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 5 ദിവസം കിടപ്പായിരുന്നു കേട്ടോ. ഫുള്ള് ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് ചെറിയൊരു വലിയൊരു ഫുഡ് പോയ്സൺ അടിച്ചു. ആ ഫുഡ് പോയ്സണിൽ പനി വന്നു. പനിയും കൂടിയും വന്നപ്പോൾ ബോഡി ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടാണ്. എന്നെ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ നായർ സാറാണ്, അവിടുത്തെ സെക്രട്ടറി. റൂമും കാര്യങ്ങളൊക്കെ ആ ഗസ്റ്റ് ഹൗസിൽ ഒരുക്കി തന്നിട്ടാണ്. ഫുള്ള് മെഡിക്കൽ അസിസ്റ്റൻസ് ഫുള്ള് നമ്മുടെ നുവീൻ ഡോക്ടർ ആയിരുന്നു. ഹ്യൂജ് ഷൗട്ട് ഔട്ട് ടു നുവീൻ ഡോക്ടർ. എനിക്കറിയില്ല കേട്ടോ, നമ്മുടെ പണ്ടത്തെ ഒരു സുഹൃത്താണ്. അങ്ങനെ വലിയ കണക്ഷനും കാര്യങ്ങളൊന്നുമില്ല. പണ്ട് ഭയങ്കര കമ്പനി ആയിരുന്നു. നമ്മൾ കുറച്ച് MTV ട്രാക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കോൺടാക്റ്റിൽ എനിക്ക് ആരെ വിളിക്കണമെന്ന് ഒരു ഐഡിയ ഇല്ല. പേടിച്ച് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടൊരു DR എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടപ്പോൾ നുവീൻ ഡോക്ടർ തോന്നിട്ട് ആളെ ഫുൾ കംപ്ലീറ്റ് 5 ദിവസം കാര്യങ്ങൾ വിളിച്ച് അന്വേഷിച്ചു. നിനക്ക് ഓക്കെ ആണോ, അത് ഇത് ചെയ്യ്, അങ്ങനെ ഇങ്ങനത്തെ ഫുഡ് കഴിക്കും, ഇങ്ങനത്തെ ഒരു. കാരണം ഒറ്റയ്ക്ക് ആകുമ്പോഴേ നമുക്ക് എക്സ്ട്രാ ഒരു ധൈര്യം വരും. പക്ഷേ നമുക്ക് ഓരോ കാര്യങ്ങൾ ആക്സസ് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. അതിൽ എന്നെ സഹായിച്ചത് ആക്സസ് ചെയ്യാൻ സൊമാറ്റോ, ഇൻസ്റ്റാമാർട്ട്, സ്വിഗ്ഗി, പിന്നെ ബ്ലിങ്കിറ്റ് എന്നോ അങ്ങനെ പറഞ്ഞിട്ട് സൊമാറ്റോയിൽ തന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതൊക്കെയാണ്. അപ്പോൾ ഇതാണ് 5 ദിവസം സംഭവിച്ചത് എനിക്ക്. കഴിഞ്ഞൊരു 5 ദിവസം വീഡിയോ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടാവും കാണുന്നുണ്ടാവുക. കാരണം 4 ദിവസം 5 ദിവസം ബാക്കിലാണ് വീഡിയോസ് വരുന്നത്. അപ്പോൾ വല്ലാണ്ട് സ്ട്രെയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഓറഞ്ചും അങ്ങനെ 1-2 സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് അങ്ങനെ സ്ട്രെയിൻ ചെയ്യാണ്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എനിക്കൊരു കമൻ്റ് ഇപ്പോൾ ഓർമ്മ വരണേ, കാശ്മീർ ട്രിപ്പ് ഫുള്ള് റെസ്റ്റ് ട്രിപ്പാണോ ഗൈസ് എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഒരാളിട്ടായിരുന്നു. അതെ, ഇത് ഫുള്ള് റെസ്റ്റ് എടുത്തിട്ടുള്ളൊരു ട്രിപ്പാണ്. കാരണം ഇതൊരു യാത്രയായിട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു യാത്രയായിട്ടത്. ലൈക്ക് അങ്ങനെ എനിക്കിത് വലിയൊരു സംഭവമായിട്ട് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തീർന്നു. ഇത് കേരള ടു കാശ്മീർ അത്രേ ഉള്ളൂ. ചെറിയൊരു പരിപാടിയായിട്ട് തോന്നുമ്പോഴാണ് നമുക്ക് കൂടുതൽ വലിയ കാര്യങ്ങളിലേക്ക് ചിന്തിക്കാൻ പറ്റാട്ടോ. അപ്പോൾ വലിയ സ്ട്രെയിൻ ചെയ്യുന്നില്ല. പറഞ്ഞതുപോലെ റെസ്റ്റ് എടുത്തിട്ടാണ് പോണത് കേട്ടോ. എനിക്കതങ്ങോട്ട് പറയുമ്പോൾ ആ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് തോന്നി. ഞാൻ ഈ വാക്ക് പറയണ കാരണം തോന്നുന്നുണ്ട് റെസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അറിയില്ല, കുറേ പോരായ്മകളുണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ. എന്നാലും ഇങ്ങനെ പോണു, കുഴപ്പമില്ല. അപ്പോൾ 2 മിനിറ്റ് ഒന്ന് ഇരുന്നിട്ട് ഇവിടെ നിന്ന് പോവാം. ഗൈസ്, ഇവിടെ കൺസ്ട്രക്ഷൻ ഓഫ് മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ പാക്കേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. റെയിൽവേ പാളം അതിൻ്റെ സൈഡിൽ അവിടെ അങ്ങോട്ട് നടന്ന് പോകുന്നുണ്ട് കേട്ടോ. പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
പുതിയ റെയിൽവേ പാളമാണെന്നുണ്ട്, ഹൈ സ്പീഡ് റെയിൽ, പുതിയ പുതിയ പദ്ധതികൾ വരുന്നത്. അപ്പോൾ ഈ റോഡിനെ ക്രോസ് ചെയ്തിട്ടാട്ടോ അങ്ങോട്ടാണ് പോണത്. അപ്പോൾ ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുക അവർ. അതായത് കൺസ്ട്രക്ഷൻ ഓഫ് മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ പാക്കേജ് നമ്പർ MHSR. എന്തോ പുതിയ ഇതുകളാണ് വരണേൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഒരാഴ്ചക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ റൈഡ് ചെയ്യണത്. നമ്മുടെ കേരള ടു കാശ്മീർ യാത്ര പുനരാരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ വല്ലാണ്ട് സ്ട്രെയിൻ ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് ഇവിടെ കൂടാട്ടോ. ഉച്ചയ്ക്ക് ഇവിടെ കൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വല്ല ഫുഡും കിട്ടുമെന്ന് നോക്കി നോക്കാം. ഫുഡും കഴിച്ച് 1 മണിക്കൂർ കൂടെ റെസ്റ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ ഉച്ചത്തെ വെയിലും കുറച്ചൊന്നും ഒതുങ്ങുമല്ലോ. ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഹൈവേ മടുത്ത കാരണം ചെറിയൊരു ഗ്രാമത്തിലൂടെയാണ് കേട്ടോ ഇപ്പോൾ യാത്ര ചെയ്യണത്. ഒറ്റ ഇതുള്ളൂ, വലിയ ഹൈവേകളും കാര്യങ്ങളൊക്കെ പോയിട്ടാ. ഫുള്ള് ഗ്രാമപ്രദേശത്തേക്കൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യണത്. നല്ല നല്ല പാടങ്ങളുണ്ട് കേട്ടോ. എന്തിൻ്റെ ആണെന്ന് മനസ്സിലാവണില്ല, ഞാൻ നിർത്തിയിട്ട് കാട്ടിത്തരാം കേട്ടോ. ഫുള്ളൊരു ഒറ്റ വഴിയാട്ടോ. നോക്കിയേ, സ്ട്രെയിറ്റ് ഒറ്റ റൂട്ട്, വളവോ തിരിവോ ഒന്നുമില്ല. ഇരുട്ടാവണേക്കാട്ടും പിന്നെ ഈ വഴിയിൽ നിന്ന് മാറണം, അതും വേറൊരു പ്രശ്നമാണ്. പെർമിഷൻ ഇല്ലാണ്ടാണ് അകത്തോട്ട് കയറണത് കേട്ടോ. എൻ്റെ പൊന്നെ, ഇത് ലെറ്റ്യൂസാണോ എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. വലിയ പാടങ്ങളാണ്, ഇങ്ങനത്തെ പാടങ്ങളാണ് കേട്ടോ ഫുള്ള് ഇവിടെ ഉള്ളത് ഈ സൈഡിൽ. ഇതെന്താ സാധനം, എന്താ വിളാന്ന് എനിക്കറിയണില്ല. ഗൂഗിളിൽ അടിച്ച് നോക്കേണ്ടി വരും കേട്ടോ. ഇപ്പുറത്തും കണ്ട, ഇപ്പുറത്തും അതേ സാധനമാണ് കേട്ടോ. ഞാൻ അങ്ങനത്തെ ഒരു വഴി കൂടെ പോണത്. അതെന്താ സംഭവം എന്ന് നിങ്ങൾക്ക് കൂടുതലൊരു ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, ഒന്ന് പറഞ്ഞു തരാം കേട്ടോ ഇതെന്താ സംഭവം എന്ന്. ഒരു ഇലവർഗ്ഗമാണ്, ഇലയാണ്, പൂവും കായൊന്നും കാണാനില്ല. ഇതാണ് ഇവിടുത്തെ കൃഷി. ഒരു ഐഡിയ കിട്ടണില്ല കേട്ടോ. ഫുള്ളുണ്ട് ഇത്, ഫുള്ള്. എന്തായാലും നമുക്ക് അധികം സമയം കളയാനില്ല കേട്ടോ. ഇരുട്ടാവണേക്കാട്ടും പിന്നെ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തണം. ഒരു മലയാളി സമാജം ആളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ആളുടെ ഓഫീസിലേക്ക് എത്തണം. സോ നമുക്ക് വേഗം ഇവിടെ നിന്ന് പോവാം ഗൈസ്. ഫുള്ള് ഗ്രാമങ്ങളാണ് കേട്ടോ, അവിടെ ഫുള്ള് ഗ്രാമം ആ സൈഡാണ്. ദൈവം അനുവാദം ഇല്ലാണ്ട് കയറി ഞാൻ വേഗം നീങ്ങട്ടെ. സോ വീണ്ടും ഞാൻ ഗ്രാമപ്രദേശം വിട്ട് ഹൈവേയിലേക്ക് തന്നെ കയറി. അഹമ്മദാബാദ് 25 കിലോമീറ്ററാണ് ഇവിടുന്ന് കാട്ടുന്നത്. പക്ഷേ എനിക്ക് ഗുജറാത്ത് ഫുള്ള് ഞാൻ പറഞ്ഞില്ലേ സമാജം മലയാളികളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പെട്രോൾ അല്ല, നമ്മുടെ ലോറികൾ കുറേ ഉണ്ട്. ഒരു ട്രാൻസ്പോർട്ട് മുതലാളി, അപ്പോൾ ആളുടെ വിനോദ്, പേരും കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ആളുടെ ഓഫീസിൽ ഇന്ന് സ്റ്റേ റെഡിയാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ നിന്ന് കുറച്ചുകൂടി കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ഒരു 10-15 കിലോമീറ്റർ ഇനി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് രാത്രി ലോറിത്താവളത്തിലെ ഓഫീസിലേക്ക് ആയിരിക്കും ഗൈസ് താമസം. ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ഒരു 10-15 കിലോമീറ്റർ കൂടി പോയാൽ നമ്മളവിടെ എത്തും. അതെ, അഹമ്മദാബാദ് നേരെ. സോ അങ്ങോട്ടേക്കാണ് ഇനി നമ്മൾ പോകണം കേട്ടോ. ഇന്ന് രാത്രിയിലത്തെ താമസം. ഗൈസ്, ഫ്രണ്ട്സ് ടയേഴ്സ് കേട്ടോ. ഫ്രണ്ട്സ് ടയേഴ്സ് ഇവിടേക്കാണ് എനിക്ക് മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മാപ്പ് ഇട്ടുണ്ടായിരുന്നത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ കുറച്ച് മലയാളികളും ഇതുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെ പോയി പരിചയപ്പെടുക, അവർ കണക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഭയ്യ ഫ്രണ്ട്സ് ട്രാൻസ്പോർട്ട്, ഫ്രണ്ട്സ് ट्रांसपोर्ट ऑफिस आगे शायद जाइए, शायद वो वाला हो ना। हाँ, वहाँ पे क्या एड्रेस बताया आपको? फ्रेंड्स ट्रांसपोर्ट। एड्रेस नहीं बताया? हाँ, वो इधर का लोकेशन। हाँ हाँ, तो वो भाई खड़े हैं ना वहाँ पे। हाँ, चेक कीजिए। ഓക്കെ ഓക്കെ, താങ്ക് യു സർ. സോ ഇവിടെ ഫുള്ള് ലോറികളാണല്ലോ, ഫുള്ള് ലോറികളാട്ടോ.
തപ്പി കണ്ടുപിടിക്കട്ടെ ഗൈസ്. അങ്ങനെ മലയാളികളെ കണ്ടുമുട്ടിയിരിക്കുന്നു ഗൈസ് നമ്മൾ. നമസ്കാരം. എല്ലാവരും മലയാളികളോട് ഉള്ളവര് ആരൊക്കെയാ? അതെ. എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന്. പേര്? വിഷ്ണു, സുമേഷ്, മഹേഷ്. മലയാളി? എൻ്റെ മോനെ സന്തോഷം. ഞാൻ ഡിസംബർ 29-ാം തീയതി ഇറങ്ങിയതാ. ഏതാ എല്ലാരും? ഹിന്ദിക്കാരാ വരണേ. ഹായ് ഭയ്യ, ഹായ് ഹായ് പോലോ യൂട്യൂബ് ഹായ്. ഡിസംബർ 29-ാം തീയതി ഇറങ്ങിയതാ. തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒപ്പം എത്തി. ഇപ്പോൾ മൊത്തം ഇങ്ങനെ എനിക്കൊരു 1500 കിലോമീറ്റർ അടുപ്പിച്ചിട്ടുണ്ട് കാശ്മീർ എത്താൻ വേണ്ടിയിട്ട്. ടോട്ടൽ 3500 അങ്ങോട്ട് ഉണ്ടായിരുന്നു. കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞിരിക്കട്ടെ കേട്ടോ. എൻ്റെ അടപ്പ് തീർച്ച് 100 എത്ര കണ്ടായിട്ട് കിലോമീറ്റർ. ഇവിടെ ഇരിക്കാമോ? കുഴപ്പമില്ല. അമ്മേ സെറ്റ് ഗൈസ്. മലയാളികളെ കണ്ടതിൻ്റെ സന്തോഷം ഗൈസ്. നമ്മൾ സൈക്കിളും കാര്യങ്ങളൊക്കെ രാത്രി ഇവിടെ വെച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ ടോഡിൻ്റെ TD 850 സൈക്കിളും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ ഫുള്ള് ഗുജറാത്ത് വണ്ടികളാണ്. 10-15 ലോറികളുണ്ട് കേട്ടോ. അതിൽ ഫുള്ള് മലയാളികളാണ് ഓടിക്കുന്നത് കേട്ടോ. 15 മലയാളികളാണ്. ഇത് ഇന്ന് കേരളത്തിലേക്ക് പോകാനുള്ളതാണ് കേട്ടോ. 4ാമത്തെ ദിവസം ഇവിടുന്ന് പുറപ്പെട്ട് 4ാമത്തെ ദിവസം കാലത്ത് മംഗലാപുരം ടച്ച് ചെയ്യും. ഇത് ഫുള്ള് നമുക്ക് പാഴ്സൽ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് വേറൊരു ലോറി ഫുള്ള് ഗുജറാത്ത് രജിസ്ട്രേഷൻ കേട്ടോ. ഗുജറാത്ത് രജിസ്ട്രേഷനാണ്. അപ്പോൾ ഫുള്ള് മലയാളികൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊരു സമാധാനം. ഉള്ളിൽ വീഡിയോ എടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഉള്ളിൽ കയറി ചേട്ടൻ്റെ പേര് വിട്ടുപോയി. മഹേഷ്. ഹായ്. വ്ളോഗിൽ ഒരു ഹായ് പറഞ്ഞു. ഹായ്. ഇത് ഇന്ന് പോവാനുള്ളതാണ് അല്ലേ? ഒന്ന് കാട്ടിത്തായോ വായോന്ന്. ക്യാബിൻ്റെ ഉള്ളില് ഇവര് ഫുള്ള് ഇതിന്റെ ഉള്ളിലായിരിക്കില്ല ഫുള്ള്. ഇത് നിർത്താണ്ട് ഓടും. ഇതില്ല. ഇത് 24 hours ഓടും. അത്രേ ഉള്ളൂ. അയ്യോ അവിടെ ഇല്ലല്ലോ പിടിക്കണ്ടേ. ഓക്കെ. ഇത് 24 hours ഓടിക്കൊണ്ടിരിക്കും. അടിപൊളി. ഇത് എത്ര വീലിന്റെയാ? ഇത് 12 വീലിന്റെയാ. ഇത് 12 വീലിന്റെ ഇതാണ് കേട്ടാ. 12 വീലിന്റെ വെഹിക്കിളാണ്. ഇതിപ്പോ പാഴ്സലല്ല കൊണ്ടുപോണേ. പാഴ്സലുകളല്ല കൊണ്ടുപോണേ. ഇത് പാഴ്സലുകളെ ഉള്ളിലേക്ക് കൊണ്ടുപോണേ കേട്ടാ. സോ ഇന്ന് നാട്ടിൽ പോകുന്ന വണ്ടിയാ. കൊതിയാവണ്. ഞാൻ ഇവിടെ സൈഡിലിരുന്നോട്ടോ അതിലോടത്തും. എത്ര പേരുണ്ട് നിങ്ങൾ? 2 പേര് തന്നെ. 2 പേര്. അടിപൊളി. അപ്പൊ നിങ്ങള് ഇനി എന്നത്തേക്ക്? 4ാമത്തെ ദിവസം? രണ്ടാമത്തെ ദിവസം എത്തും. അതെ. അപ്പൊ 2 ദിവസം മതി. ഏറ്റവും കുറവ് എത്ര സമയം വേണം? മംഗലാപുരം എത്തും. 3 ദിവസം മതിയില്ല. 3-4 ദിവസം കാലത്ത് നിർത്താണ്ട് ഓടിച്ചു കഴിഞ്ഞാ 48 മണിക്കൂർ കൊണ്ട് എത്തും. അപ്പൊ 48 മണിക്കൂറിന് എനിക്ക് നാട്ടിൽ പോയിട്ട് വരാന്നല്ലേ? ഞാൻ ഇപ്പൊ ഇതിന്റെ ഏതാ ഇറങ്ങാം. അപ്പോൾ ഇതിന്റെ ഉള്ളിലേക്കൊന്ന് കയറി കാണണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന് വേണ്ടി കയറിയതാണ്. സോ നമ്മൾ ഇതിൻ്റെ ഉള്ളിലെത്തി ഗൈസ്. സെറ്റ്. നല്ല കൊള്ളാം. നിർത്താണ്ട് ഓടണം. അത് കേൾക്കുമ്പോഴാണ് വിഷമം. നിർത്താണ്ട് ഓടാന്നുള്ളത്. മലയാളികളെ കിട്ടിയെന്ന് മാത്രമല്ല, മലയാളി ഭക്ഷണം കേട്ടോ. എനിക്ക് ഡയേറിയ, ലൂസ് മോഷനായിട്ട് ഇപ്പോൾ അതേ കുറച്ച് ബ്ലഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഇഷ്യൂസ് അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ORS കാര്യങ്ങളൊക്കെ കഴിച്ച് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടറെ 24 hours കൺസൾട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഡോക്ടറിനെ. അപ്പോൾ അങ്ങനെ കുറച്ച് പണികളുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ സെറ്റിലായി. ചിക്കൻ കറി ഒന്ന് കാട്ടട്ടെ ഞാൻ. അടിപൊളി മലയാളി ചിക്കൻ കറി അല്ലേ? തൃശ്ശൂർ സ്റ്റൈൽ ചിക്കൻ കറി ഉണ്ട് കേട്ടോ അവിടെ. ഏതാ? തൃശ്ശൂർ സെറ്റപ്പിൽ. അതെ, തൃശ്ശൂർ സെറ്റപ്പിൽ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ സെറ്റപ്പിൽ ചിക്കൻ കറി. എനിക്ക് ഇത് മതി. കുറേ കാലമായിട്ടോ സത്യം പറയുകയാണെങ്കിൽ ഇത് ഫുഡ് നമ്മളേ യാത്ര ചെയ്യുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല, അറിയാലോ നിങ്ങൾക്ക്. അപ്പോൾ ആളാണ് ഷെഫ്. ഒരു ഹായ് പറഞ്ഞോ. ഹായ്. തൃശ്ശൂർ ചിയാരാണ് സ്ഥലം വരുന്നത് അല്ലേ? ചോറ് നല്ല അടിപൊളി. നമ്മുടെ നാടൻ ചോറ്. എൻ്റെ ദൈവമേ, വേറെ എന്ത് വേണം? അടിപൊളി കേട്ടോ. അപ്പോൾ പേര് ഞാൻ പോയി. എൻ്റെ പേര് സ്മിനോയ് ചേട്ടനാണ് നമുക്ക് ചിക്കൻ കറിയും ചോറൊക്കെ ഉണ്ടാക്കിയാന്ന് കേട്ടോ.
അപ്പോൾ രാത്രി ഇവരുടെ ഒപ്പം കൂടാമെന്ന് വിചാരിച്ച് എന്തായാലും ഫുഡ് കഴിച്ച് നോക്കാൻ. അങ്ങനെ നമ്മുടെ ആ ധന്യ മുഹൂർത്തത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കൾ. ഇത് അരിന എന്തെന്ന് പറയാ? നമ്മുടെ നാട്ടിലത്തെ അരിനെയാണ് അല്ലേ? അടിപൊളി അടിപൊളി. നല്ല ചൂട് ചോറും കുറച്ച് ചിക്കൻ കറിയും ഒക്കെ ആയിട്ട് മതി 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 എത്ര മതി എത്ര മതി മതി മതി. അടിപൊളി. ഇനി കുറച്ച് കറിമണി ആയി കഴിഞ്ഞാൽ സന്തോഷമായിട്ടാ. അതുപോലെ തന്നെ നിങ്ങൾ മസ്റ്റായിട്ടും ഇങ്ങനത്തെ ഒരു ബാഗ് മസ്റ്റായിട്ടും ക്യാരി ചെയ്യണം കേട്ടോ. എനിക്ക് 5 ദിവസം കെടുപ്പായതുകൊണ്ട് ഞാൻ എടുത്തു പറയണതാണ്. ഇങ്ങനെ സോളോ ട്രിപ്പുകളൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ ഞാൻ കഴിച്ച ഗുളികകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ബാൻഡേജ്, വയറുവേദനയ്ക്കുള്ളത്, ചുമയ്ക്കുള്ള ഒരു ആയുർവേദത്തിൻ്റെ മരുന്ന്, പനിക്കുള്ള ഗുളിക, ഇതും പനിക്കുള്ള ഗുളിക, ഇതും പനിക്കുള്ള ഗുളിക, ഇത് വയറുവേദന ഉണ്ടെങ്കിൽ മാത്രം കഴിക്കാനുള്ള ഗുളിക, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ട്. അതായത് എൻ്റെ സ്കിന്നിനൊരു ഇഷ്യൂ ഉണ്ട്, അപ്പോൾ ആ സ്കിന്നിന് ഇഷ്യൂ ഉള്ള സാധനം. പിന്നെ വേറെ എന്താ, ഇത് ഒരു ആയുർവേദത്തിൻ്റെ ഒരു മരുന്നാണ്. അങ്ങനെ കുറേ സാധനങ്ങൾ കേട്ടോ. അതിൽ ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചിരുന്ന മരുന്നാണ് കേട്ടോ. ഈ 5 ദിവസം ഉപയോഗിച്ചിരുന്ന മരുന്നാണ്. അതിൽ ഈ സാധനം ORS കേട്ടോ. ഇത് നമ്മുടെ ഇതിപ്പോൾ പകുതി ഞാൻ കഴിച്ചു, പകുതി ORS ഉള്ളൂ കേട്ടോ. ഇത് മെഡിക്കൽ ഇതാണ് കേട്ടോ. ഈ ഗ്രീൻ കളറും വൈറ്റ് കളറായിട്ടുള്ള ഒരു ഇത് കേട്ടോ. വേൾഡ് ഹെൽത്ത് ഹൂവിൻ്റെ ഫോർമുലയുള്ളത്. ORS ബേസ്ഡ് ഓൺ ഹൂ ഫോർമുല. ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അതാ ഈ സാധനം കേട്ടോ. വൈറ്റിൽ ഒരു ഡാർക്ക് ഗ്രീൻ കളറിൽ എഴുതിയിട്ടുള്ള സാധനം ചോദിച്ചു വാങ്ങണം കേട്ടോ. അവർ പറയും വൈറ്റിൽ ഗ്രീൻ ഉള്ളത് വേണോ എന്നുള്ളത്. അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്റ്റോക്ക് ചെയ്യാൻ എത്രത്തോളം പറ്റുമോ അത്രത്തോളം സ്റ്റോക്ക് ചെയ്തു. ഞാൻ 5 വെച്ച സ്റ്റോക്ക് ചെയ്യാറ്. ഇത് എൻ്റെ 5ാമത്തെ ലാസ്റ്റത്തെ ഒരു സാധനം കേട്ടോ. ഇനി യാത്ര തുടരുമ്പോൾ ഇത് ഞാൻ വീണ്ടും സ്റ്റോക്ക് ചെയ്യും. സോ ഇത് മസ്റ്റായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ആ സംഭവങ്ങൾ ഫുള്ള് നിങ്ങൾ ആ ഗുളികകൾ ചെയ്യണം. ഇത് എനിക്ക് തൊണ്ടവേദന, ചുമ, അങ്ങനെ ബേസിക് ആയിട്ടുള്ള അസുഖങ്ങൾക്ക്, വയറുവേദന, ഇത് വയറുവേദനയ്ക്ക് ഉള്ളതാണ്. ഇത് വയറ് ഇളക്കത്തിന് ലൂസ് മോഷൻ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവം കേട്ടോ. ഇത് ബാൻഡേജ് പൊട്ടിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഇതുകൾ കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങൾ ഈ യാത്രയിൽ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ യാത്ര മുടങ്ങിയത്. കാരണം യാത്ര മുടങ്ങുമ്പോൾ അത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും വരും കേട്ടോ. ചിലവുകളും എല്ലാം ഫാക്ടേഴ്സും നമ്മൾ ചിന്തിക്കണ്ടേ. അപ്പോൾ ഇങ്ങനൊരു ബാഗ് നിങ്ങൾ എങ്ങനെ പോയാലും എടുത്തോളോ. കാരണം ഇതിനൊന്നും ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പനി വന്ന ഒരു ഗുളിക കഴിക്കുക. പക്ഷേ വലിയ യാത്രകളാകുമ്പോൾ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന, 2 മാസം 3 മാസം എന്തായാലും ഈ യാത്ര തുടരും. അപ്പോൾ അങ്ങനെയൊക്കെ തുടരുന്ന സമയത്ത് ഈ സംഭവങ്ങൾ നമ്മൾ അത്രയ്ക്ക് സീരിയസ്നെസ്സോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഇത് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മെഡിക്കൽ ബാഗ് കേട്ടോ. മെഡിക്കൽ കിറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ അവിടെ ബറോഡയിൽ അഹമ്മദാബാദിൽ ഈ യൂണിവേഴ്സിറ്റിയിൽ താമസിച്ചപ്പോൾ ഇത് കുറച്ചുകൂടി സീരിയസ് ആയി കണ്ടു തുടങ്ങി കേട്ടോ. അപ്പോൾ ഈ ബാഗിനെ അല്ലെങ്കിൽ സ്പ്രേ മറ്റേത് മറിച്ചൊക്കെ ഇടാനുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഇങ്ങനെ ഒരു ബാഗ് ആക്കി മാറ്റിയിട്ട് അതിനെ. സോ നിങ്ങൾ ഇത് എന്തായാലും ചെറിയൊരു ഇത് കൊടുക്കുമായിരിക്കും. സീരിയസ് ആയിട്ട് തന്നെ ഇത് നോക്കിയോളൂ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ. സോ ഈ ഒരു ഹുഡിയും എനിക്ക് ആ സ്ലീപ്പിംഗ് ബാഗും ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും കിടന്നുറങ്ങാൻ പറ്റും കേട്ടോ. ഞാൻ ഹുഡിയൊക്കെ എടുത്തിട്ടു. ഇനി രാത്രി തണവ് കയറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. സ്റ്റേ ട്യൂൺ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ നമ്മൾ രാജസ്ഥാൻ്റെ ബോർഡറിലേക്കാണ് പോകാൻ പോണത് കേട്ടോ. രാജസ്ഥാൻ ബോർഡറിൽ പോകുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവുന്നതായിരിക്കും. കാരണം റിമോട്ട് പ്ലേസ് ഒക്കെ ആകുമ്പോൾ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അവിടെ കുറച്ച് അത്ര സേഫ് അല്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട്, അറിയില്ല. എന്തായാലും നോക്കാം നാളത്തെ വീഡിയോയിൽ. സ്റ്റേ ട്യൂൺ. നാളെ 6 മണിക്ക് കാണാം. തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും 6 മണിക്കാണ് വീഡിയോസ് ഇടാറ്. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. നാളെ 6 മണിക്ക്. പിന്നെ ബൈ.